നല്ലോണേ വയറ് നിറയെ കഴിച്ചോളിയും. മുപ്പത്തിന്റെ ചോറും കൂട്ടാനും നല്ല രസണ്ട് തിന്നാന്. മുപ്പത്തി നല്ലോണം കഴിച്ചാന് പറഞ്ഞിട്ട് ഇല്ലെങ്കിലും ഞങ്ങള് നല്ലോണം തിന്നും. അതിന് പറഞ്ഞതേ കുറച്ചുകൂടി കറിയൊക്കെ പാർത്തേ. കുടുക്കുടുനെ നല്ലോണം കൂട്ടാന് ഇഷ്ടാണ്. ആ പച്ചനിറത്തിലുള്ളത് എന്താണ്? അത് ഇച്ചും വേണം. ഇവിറ്റകളുടെ തീറ്റ കണ്ടിട്ടുണ്ടല്ലോ. ഈ ചോറുകൾക്ക് തേഞ്ഞിട്ടില്ലെങ്കിലേ നമ്മളേക്കും പിന്നെ തിന്നണത്. ആ മീനു സത്യാണത്. ചോറ് കൊടുക്ക മുപ്പത്തിയെ. ആ ഓലിക്കൊക്കെ ഞാൻ കൊടുത്തുണ്ടെന്ന്. മീനു ചക്കി ഭക്ഷണം കഴിക്ക് വന്നിട്ടേ. വേണ്ട, ഞങ്ങൾക്കൊന്നും വേണ്ട. ഞങ്ങളുടെ വയറൊക്കെ നിറഞ്ഞു അവര് കഴിക്കണ കണ്ടിട്ട്. അവരങ്ങനെ തന്നെ. അവർക്ക് ഒരു നേരായിട്ട് വന്നിട്ട് അവർക്ക് അങ്ങനെ വിശന്നിട്ടുണ്ടാവുന്ന്. എടി മീനു ഇപ്പൊ തിന്നട്ടോ, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞാൽ അവർക്ക് തിന്നാൻ കിട്ടൂല. ഇനി എന്ത് വേണ്ടിച്ച് അങ്ങോട്ട് പറഞ്ഞോളി. എടി ചക്കി ഓലെന്താ പുറത്ത് നിന്നിട്ട് ഭക്ഷണം കഴിക്കണത്? അത് പിന്നല്ലേ മീനു, ഓൾക്ക് പുറത്ത് നിന്നിട്ട് കഴിക്കണതാ ഇഷ്ടം. പുറത്താകുമ്പോ ഇഷ്ടം പോലെ കാറ്റും വെളിച്ചും ഒക്കെ ഉണ്ടല്ലോ. ഇപ്പൊ എങ്ങനെ വയറൊക്കെ നല്ലോണം നിറഞ്ഞില്ലേ? വിശപ്പൊക്കെ മാറിയില്ലേ? നമ്മളെ മുപ്പന്റെ ചുക്കട്. മുപ്പത്തിയെ മുപ്പനിപ്പൊ പെരിപ്പുറത്തൊന്നും കേറി കടക്കലില്ലേ? മൂപ്പനെ ഇപ്പൊ പെരിപ്പുറത്തൊന്നും കേറില്ല. മൂപ്പനിപ്പൊ നല്ല ആളായിക്കണു. ഇപ്പൊ നേരെ ഇവിടുത്തെ സ്കൂളിലേക്ക് പോകും. സ്കൂളെന്ന് പറഞ്ഞാല് തക്കുട് ബാബ പഠിച്ചാന് പോണതല്ലേ? ആ അതന്നെയാണ് എന്റെ സ്കൂള്. നമ്മളെ മുപ്പന്റെ ചുക്കട്. മുപ്പര് അവിടെ കട ഇട്ടിട്ടേ അതിലിരുന്നിട്ടേ മിഠായി കച്ചവടം നടത്താനേ. ഓ അവിടെ കൂടിക്കാണേ. മിഠായി എന്ന് പറഞ്ഞാല് എന്താണ്? അതല്ലേ തിന്നൊരു സാധനാണ്. നല്ല മധുരമുള്ള തിന്നൊരു സാധനാണത്. തിന്നുന്ന സാധനോ? ഏറ്റവും വേണം. പിന്നെന്താ വാങ്ങിത്തരാലോ? ഇഷ്ടം പോലെ വാങ്ങിത്തരാം. വേണം. മുപ്പത്തിയെ കണ്ടോ, കുഞ്ചിക്ക് നല്ലോണം നാണം വന്നിക്കുന്നു. കൊടുത്താലോ? ഇത് പൊട്ടാ അതിന് കുഞ്ചിനും കുഞ്ചിന്റെ അല്ലേ കല്യാണം. പിന്നെ കുറുകുറു
ഒന്നും മിണ്ടാതിരുന്ന് കുഞ്ചിയെ. കുഞ്ചിയുടെ ഒരു കാര്യം വെറുതെ ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കും. ഞാനേ ഈ മാല കൊണ്ടു വെച്ചിട്ട് വരാം. അത് എന്തെന്ന് സാധനം? ഏത്? ആ കയറൊക്കെ കെട്ടി വെച്ചിരിക്കുന്ന സാധനം അത് എന്തെന്ന്? അതിന്മേ ഇരിക്കാൻ പറ്റോ? ഏത്? ഈ കിണറോ? അതെന്താന്നറിയോ? അത് നമുക്ക് കുടിക്കാനൊക്കെ വെള്ളം കോരി എടുക്കുന്ന സ്ഥലാണ്. വെള്ളം കുടിക്കാൻ കോരി എടുക്കേ. എങ്ങനെ അതിന് വെള്ളം കിട്ടാ? ദാ ഈ കയറുണ്ടോ? ആ കയറിങ്ങിട്ട് ഇറക്കണം. എന്നിട്ട് ആ ബക്കറ്റ് ഉണ്ടോ? അതിന് വെള്ളം ഇങ്ങോട്ട് കോരും. എന്നിട്ട് ഇങ്ങനെ വലിച്ച് വലിച്ച് മേലേക്ക് കയറ്റും. അതാണ് ചെയ്യാ. നല്ല സുഖണ്ടാകുമല്ലോ കാണാന്. പിന്നെ നമുക്ക് ഇങ്ങനെ തണുത്ത വെള്ളം കുടിക്കണ്ടേ? അപ്പൊ ഇതിങ്ങനെ കോരി എടുത്ത് കുടിച്ചാ മതി. അപ്പൊ ചക്രവാണി അവിടെ കിണറൊന്നുമില്ലേ? കുറുകുറു, നമ്മൾ അവിടെ ഒരു കുഴി എടുക്കൂലെ വെള്ളം കുടിക്കാനും വെക്കാനും ഒക്കെ. അതിങ്ങനെ പാടത്ത് ശരിയാക്കിയതാണിത് കിണറ്. പൊട്ടനും ഒന്നും അറിയില്ല. ചക്കിടുവാവേ ഊന് പൊട്ടനാണ്. ചാവിയൊക്കെ ചെയ്യ തക്കിടുവാവേ. നാനേ കുഞ്ചിന് വെറുതെ നാണം പറയണ്ടട്ടോ. ചുണ്ടേരിപ്പെണ്ണ് അതിന്റെ ഉള്ളിക്ക് ചാടിക്കള. എന്നിട്ട് കുളിച്ചിട്ട് കേറി വന്നാ മതി. അയ്യോ, ഇത് കിണറാണ്. ഇതിന്റെ മുകളിൽ നിന്ന് ഞാൻ വേഗം ഇറങ്ങും. അല്ലെങ്കിൽ അതൊക്കെ വീഴുള്ളൂ. അമ്മ കണ്ടാൽ എന്റെ കാൽ തല്ലിയൊടിക്കും. ചീത്ത കുട്ടികളാണ് കിണറിന്റെ മുകളിലേക്ക് കേറി നിക്ക. നല്ല കുട്ടികളൊന്നും അങ്ങനെ കാട്ടൂല. അങ്ങനെ കാട്ടിയാലേ അതിന്റെ ഉള്ളിലേക്ക് വീഴൂലേ. അങ്ങനെ പറഞ്ഞുകൊടുക്ക്. അങ്ങനെ പറഞ്ഞുകൊടുക്ക് കുഞ്ചിയെ. ഇപ്പൊ മനസ്സിലായി ചിന്നൂസേ, ഇത് ചീത്ത കുട്ടിയാണെന്ന്. ഞാൻ കേറൂല കുഞ്ചിയെ. ഇത് മനസ്സിലായിക്കോ. അതിനൊന്നും കേറാൻ പറ്റൂലാന്ന്. ഇനി ഞാൻ ഒരിക്കലും അതിന്റെ മുകളിൽ കേറൂല. പോരെ? അതിന്റെ മുകളിൽ കേറാതെ നിന്നാല് നല്ല ചുന്തിരി കുട്ടിയാണ്. ഹായ്, സൂപ്പർ മാലല്ലേ ചക്രവാണി. ആ പൊടിമോൾക്ക് എന്താ വരാത്ത കുഞ്ഞാപ്പോ? കുഞ്ഞിപ്പാത്തോനെ ഒന്നും കാണാനില്ല. ഓലിക്കവിടെ മൈലാഞ്ചിക്ക് റെഡിയാക്കാണേ. വേറൊരു ചുന്തിരി വന്നിക്കുന്നു. കുഞ്ചേ മിണ്ടാതിരുന്നോ. ഇന്നിപ്പോ സുന്ദരിയെന്ന് വിളിച്ചിട്ടേ ഇന്നൊന്നും ഉമ്മച്ചി കടന്നിറങ്ങൂല. ഇത് അങ്ങനെ കളിയാക്കൊന്നും വേണ്ടട്ടോ കുഞ്ഞാപ്പോ. അല്ലെങ്കിൽ ഞാൻ സുന്ദരിയാണെന്ന് കേച്ചറിയാം. ഞാനൊരു തമാശ പറഞ്ഞതില്ല എന്റെ അമ്മച്ചി. എന്റെ അമ്മച്ചി സുന്ദരിയാണെന്ന് എനിക്കറിയില്ല. അല്ലെങ്കിലും ഇനി ഞങ്ങൾക്ക് തിന്നാന് ചോറ് കൊണ്ടുവന്നിക്കാണ. അതില് ഇതെന്താ തിന്നാന്ന് ഒറ്റ വിചാരമുള്ളൂ. ഓൾക്ക് തിന്നാൻ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ ചിന്നൂസേ. എന്തിനാ ഓല അങ്ങനെയൊക്കെ പറയുന്നത്? ഇത് പാത്തൂത്താ, ഓലിപ്പോ ചോറ് തിന്നിട്ടുള്ളൂ. ഞങ്ങൾക്കൊന്നും ഒന്നുമില്ല. ഒക്കെ ഓല് തിന്നിക്കണു. അത് പിന്നെ ഞങ്ങൾക്ക് നല്ലോണം വയറിലൊരു വേദന ചോറ് തിന്നാഞ്ഞിട്ടേ. അതില് ചോറുണ്ടെങ്കിൽ ഇങ്ങോട്ട് വെച്ചോ. ഞങ്ങള് എടുത്ത് തിന്നുണ്ട്. ഇതിലേ ചോറൊന്നുമില്ല. ഇതില്ലേ ബിരിയാണി വെക്കാനുള്ള കാലാണ്. ഇത് അടുപ്പ് കൂട്ടി വെച്ചിട്ട് വേണം ബിരിയാണി വെക്കാന്. ബിരിയാണിയോ? അതെന്താ സാധനം? അതൊക്കെ ഒരു സാധനാണ്. നാളെ കുഞ്ചനും കുഞ്ചിരിയും കല്യാണത്തിനെ നമുക്ക് അതൊക്കെ ഉണ്ടാക്കണം. അപ്പൊ അറിയാ കുറുകുറുവിന് അതെന്താണെന്നൊക്കെ. കുറുകുറുവിന് കുറേ ബിരിയാണി തിന്നണം. കുറുകുറുവിന്റെ അമ്മയെ കുട്ടി ഒക്കെ വരുന്നുണ്ട്. അപ്പൊ കുറുകുറുവിന് കുട്ടിയുണ്ടോ? അതല്ലടി, കുറുകുറുവിന് കുട്ടിയൊന്നുമില്ല. കുറുകുറുവിന്റെ അനിയൻകുട്ടിനെ പറയുന്നത് കുറുകുറു. കുറുകുറുവിന് ഒരു അനിയൻകുട്ടിയുണ്ട്, ഒരു പെങ്ങളുട്ടിയുണ്ട്, പിന്നെ ഓന്റെ അമ്മയുണ്ട്, അച്ഛനുണ്ട്. ഒരിക്കൽ വരും. അപ്പൊ കുടുകുടുവിന് പിന്നെ അമ്മ മാത്രമേ ഉള്ളൂ. അച്ഛനും ഇല്ല, ആരുമില്ല. കുടുകുടും അമ്മയും ഒറ്റക്കാണ് കാട്ടില്. അതിങ്ങനെ തലയില് ഏറ്റി നിക്കാതെ അവിടെ താഴത്ത് വെച്ചൂടെ? തല വേദന വെക്കൂലേ? അതൊന്നും സാരല്ല. ഇതൊക്കെ കൊണ്ടുപോയി വെച്ചിട്ടേ തീ കൂട്ടട്ടെ ഞാന്. ഇന്നത്തെ ദിവസല്ലേ കുറച്ച് തലവേദന ചലിച്ച് കുഴപ്പമൊന്നുമില്ല. ആദർക്കൊക്കെ എന്താ വരാത്തത്? പച്ചക്കറികളായിട്ട് ഇപ്പൊ വരാന്ന് പറഞ്ഞതാണ്. എത്തിയിട്ടില്ലല്ലോ മനസ്സിന്. അതിന് ബിരിയാണിക്ക് എന്തിനാ പാത്തോത്താ പച്ചക്കറി? സാമ്പാറും ചോറൊന്നുമല്ലല്ലോ ഉണ്ടാക്കണത്. എടി പെണ്ണേ, എന്തൊക്കെ പച്ചക്കറി വേണം? സവോള വേണം, ചെറുള്ളി വേണം, വെളുത്തുള്ളി വേണം, പച്ചമുളക് വേണം, തക്കാളി വേണം. ഇതൊക്കെ വേണ്ടേ? അതൊക്കെ പച്ചക്കറി തന്നെയല്ലേ? അതൊക്കെ കൊണ്ടുവരാനാണ്. വേപ്പിന്റെ ഇല, മല്ലിച്ചപ്പ് വേണം, പുതിന വേണം. ഇതൊക്കെ വേണോ? പിന്നല്ല
കുഞ്ചേ ഓലിക്കൊക്കെ നല്ല സന്തോഷം തന്നെയാണ്. കുഞ്ച കുഞ്ചന് ബിരിയാണി ഇഷ്ടാണോ? ഏ, അപ്പൊ കുഞ്ചന് എവിടുന്ന ബിരിയാണി തിന്നിക്കുന്നേ? നിങ്ങളൊക്കെ വൈകിട്ടല്ലേ വന്നത്? കുഞ്ചനും കുഞ്ചി വന്നപ്പോ വന്നില്ലല്ലോ. കുഞ്ചനും കുഞ്ചിക്കും ഒക്കെ നേരത്തെ ബിരിയാണി കിട്ടി. അതെന്തായാലും ശരിയായില്ല. ഞങ്ങൾക്ക് തരാതെ ഓലിക്ക് കൊടുത്തത്. അത് പിന്നല്ലേ പാത്രത്തിൽ ഞങ്ങൾക്ക് വെച്ച ബിരിയാണിന്നോ. അപ്പോഴാണ് കുഞ്ചിയും കുഞ്ചനും വന്നത്. അപ്പൊ കുഞ്ചനും കുഞ്ചിക്കും കൊടുത്തു. അതിനിപ്പോ എന്താ, നിങ്ങൾ ഇപ്പോഴല്ലേ വന്നത്? പച്ചക്കറിയൊക്കെ താങ്ങി പിടിച്ചിട്ട് അതാ വരുന്ന കാതർക്ക. ഇങ്ങനെ കാര്യങ്ങളൊക്കെ വേഗം നടന്നോളും. ഇമ്മച്ചി, ഞാനുള്ളിൽ തൊളിക്കാൻ കൂടില്ലട്ടോ. എന്റെ കൈക്ക് വിട്ടാവും. ഈ പെണ്ണുങ്ങൾക്ക് വിളിച്ചോളുണ്ടോ? കുഞ്ഞപ്പോ തിന്നുമ്പോഴും തന്നെ പറയണട്ടജ്. അത് പിന്നെ കുഞ്ഞപ്പോ ഞങ്ങൾ ഉള്ളിയൊക്കെ തൊളിച്ചു കൊടുത്ത് ബിരിയാണി ഒക്കെ തിന്നല് കഴിഞ്ഞിട്ട് കുഞ്ഞാപ്പൂനെ വിളിച്ച അതുപോലെ ഒരു താമസക്കാരി ചക്കി വന്നിക്കുന്നത്. കുഞ്ചിയെ കുഞ്ചിക്ക് പിന്നെ നാണം വന്നിക്കുണ്ണോ? എന്തിനാ ഈ പെമ്പറിനോട് ഇങ്ങനെ വെറുതെ ചിരിക്കുന്നത്? എന്താണ്? കുഞ്ചിക്ക് മാലിടുമ്പള്ളേ നാണം വന്നിക്കാണ്. അത് ശരി, പെമ്പറന്നോളിച്ച് അവിടെ തന്നെ തലമീൻ വെച്ച് നിക്കാണ്. അതൊന്നും അവിടെ ഇറക്കി വെച്ചിട്ട് ഇതൊന്ന് പിടിച്ചാൻ കൂടിട്ട് പെമ്പറന്നോളി എന്ത് പനജി കാട്ടണത്? അത് പിന്നെ കാതർക്ക, ഞാനേ പുതിയണിനോട് പുതിയാപ്പളിനോട് വർത്താനം പറഞ്ഞിട്ട് അങ്ങനെ നിന്ന്. നിങ്ങൾ കണ്ട പുതിയണിനും പുതിയാപ്പളിനെയും? ഇല്ല, എവിടെ പുതിയാണ് പുതിയപ്പളിയും? കുഞ്ച കുഞ്ചിക്ക് നാണം വരുന്നു കുഞ്ച. ആ പിന്നിക്കും തിന്നോക്കി മനസ്സങ്ങളെ അതാ നിക്കണേ.